ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ FB-യിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഷഹല കാണാതായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഷഹലയെ വാളയാറിൽ നിന്ന് കണ്ടെത്തി എന്നൊരു ന്യൂസ് കണ്ടു. വാളയാറിൽ നിന്നും പോലീസ് കണ്ടെത്തി എന്നാണ് ന്യൂസ് കണ്ടത്. പക്ഷേ വാസ്തവത്തിൽ അതല്ല. എനിക്ക് വേറൊരു ഫ്രണ്ട് എനിക്ക് FB-യിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സ്വദേശിനി തന്നെയാണ് പുള്ളിക്കാരിക്ക്. അവിടുത്തെ ഏകദേശം കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് വോയിസ് ഇടാനും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഒന്നും തന്നിട്ടില്ല. കുറച്ച് മെസ്സേജുകൾ എനിക്ക് മെസ്സേജായിട്ട് എഴുതി അയക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതി അയച്ചതാണ്. അപ്പം അത് അത്രയും നല്ലൊരു, ഞാനിപ്പോൾ 3-4 വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊരു ഇത് പുള്ളിക്കാരി എഴുതി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഏകദേശം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയെ എന്താ പറയുക, പോലീസല്ല വാളയാറിൽ നിന്നും പിടികൂടിയത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഷഹലയുടെ സഹോദരങ്ങളാണ് പിടികൂടിയത്. അല്ലാതെ പോലീസ് പിടികൂടി കുഞ്ഞിനെ ഭർത്താവിന് കൈമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ അതല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഷഹലയുടെ ആങ്ങളമാരാണ് അവിടെ വെച്ച് കണ്ടെത്തി ഇവരെ പിടികൂടുന്നത്. ഞാനൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരാം. പുള്ളിക്കാരി മെസ്സേജ് അയച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഞാനൊരു സ്റ്റോറി പോലെ ഫസ്റ്റ് തുടങ്ങിയിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കറക്റ്റ് കാര്യങ്ങളാണ്. ഇതിൽ നുണയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ കൈമാറി എന്നുള്ളത്, ഭർത്താവിന് കൈമാറി എന്നുള്ളത്. ചിലവർ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കൊടുത്തിട്ടില്ല, കുഞ്ഞിപ്പോഴും ഷഹലയുടെ അടുത്താണ്, അതുപോലെ തന്നെ അവളെ കണ്ടെത്തിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ന്യൂസുകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ എനിക്ക് FB-യിൽ ഒരുപാട് കമൻസുകളും കണ്ടു. അപ്പോൾ അതല്ല വാസ്തവം, ഇതാണ് സംഭവം. അപ്പോൾ ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷഹല പോയ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് 3 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 6 മാസം പ്രായമായിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് 6 മാസം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇയാൾക്ക് മൊബൈൽ ഷോപ്പാണ്, 2 മൊബൈൽ ഷോപ്പാണ്. അതിലൊരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ഇയാളെ ഷഹല പരിചയപ്പെടുന്നത്. ഇയാളുടെ വൈഫ് ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഷഹല പോയ ആളുടെ വൈഫ് ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നന്നായിട്ട് ഇയാളുടെ വൈഫിനെ ഇയാൾ നന്നായിട്ട് അടിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നല്ലതുപോലെ ദേഹോപദ്രവം ചെയ്യാറുണ്ട്. 6 മാസം കുഞ്ഞുള്ളൊരു ഭാര്യയാണ്. 2 മക്കൾ വേറെയുണ്ട്, 3 മക്കളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇയാളുടെ പേര് വന്നിട്ട് റാഫി എന്നാണ്. വീട്ടിൽ അവിടെ നാട്ടിലൊക്കെ വിളിക്കുന്ന പേര് നായിക്കാട്ടം റാഫി എന്നാണ് അത്ര വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം ചീഞ്ഞ് നാറിയ ഒരു മനുഷ്യനാണ് ഈ റാഫി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരിട്ട് വിളിക്കണം, ആ നാട്ടുകാർ ആ ഒരു പേരിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തി എത്രമാത്രം നല്ലതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളെ വിളിക്കുന്നത് നായികാട്ടം റാഫി എന്നാണ് വിളിക്കുന്നത്. ഇയാൾ കഞ്ചാവ് MDMA ഒക്കെ അടിക്കുന്ന നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് തമിഴ്നാട്ടിലൊരു കേസുണ്ട് അത്ര. ഇയാൾക്ക് ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് തമിഴ്നാട്ടിലൊരു കേസുണ്ട്. ഇയാൾ അവിടെ ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കി മുങ്ങി നടക്കുന്ന ഒരാളാണ്. ആ തമിഴ്നാട്ടിലും ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കോഴിക്കോട് ഒരു കേസ് എന്ന് പറയുന്നത് 17 വയസ്സുള്ള ഒരു കുട്ടിയെ ശല്യം ചെയ്തിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് മനസ്സിലായതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. 17 വയസ്സുള്ള ഒരു കുട്ടിയെ ശല്യം ചെയ്ത് ആ കുട്ടിയെയും വലയിലാക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടിക്കും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചേനെ. പിന്നെ ഷഹലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷഹല പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. അവളുടെ മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. 10 വർഷത്തോളം ആയിട്ടുണ്ട് മാരേജ് കഴിഞ്ഞിട്ട്. ഹസ്ബൻഡും കൂടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഷഹലയുടെ ഹസ്ബൻഡ് ഗൾഫിലോട്ട് പോകുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയതാണ്. അതുപോലെ തന്നെ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് നിന്നെയും കുട്ടീനെയും മിസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഷഹലയുടെ ഭർത്താവ് മെസ്സേജ് അയക്കുമായിരുന്നു.
എന്താണ് ഇപ്പോൾ ഈ ഷഹലയുടെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്തൊക്കെ നന്നായിട്ട് ജോലി ചെയ്ത് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകളൊക്കെ പറഞ്ഞത് നോക്കിയിട്ടുണ്ട്, ഞാനും അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു, ഒരു ഇതും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ഇതാണ്. അതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഫ്രണ്ട് തന്നെ, ഇവളുടെ ഷഹലയുടെ ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷേ ഇവളുടെ ഭർത്താവ് 3000 രൂപയുടെ ചെരുപ്പടക്കം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 3000 രൂപയുടെയൊക്കെ ചെരുപ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ അത്രത്തോളം എന്താണ് ഷഹലയുടെ ഹസ്ബൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് കളവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, എല്ലാവരും പറയുന്നത് കളവാണ്, ഇവിടെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്, ഇവളുടെ കാര്യങ്ങളെല്ലാം ഷഹലയുടെ ഹസ്ബൻഡ് നോക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷഹലയെ എന്താണ് വാളയാർ വെച്ച് കണ്ടുപിടിച്ചത് പോലീസല്ല, സഹോദരങ്ങളാണ്. അങ്ങനെ എന്താണ് അവനെ ആങ്ങളമാരെല്ലാവരും ചേർന്നിട്ട് ഈ ഷഹല പോയ അവനുണ്ടല്ലോ റാഫി എന്ന് പറയുന്ന ആളെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും ഈ പുള്ളിക്കാരിക്ക് അറിയാതെയാണ് ഷഹല ഈ ഫ്രോഡിനൊപ്പം പോയിരിക്കുന്നത്. ഇവള് മൊബൈൽ നന്നാക്കാൻ പോകുന്ന സമയത്താണ് ഇവനെ പരിചയപ്പെടുന്നതും ഇവളുടെ നമ്പർ ഇവൻ കയ്യിലാക്കുന്നതും. അതിൻ്റെ ഇതിലാണ് ഇവളെ ഷഹലയെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു പിക്ക് എന്തോ എടുത്തു. അതിനെ പിക്ക് എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവളെ ഭീഷണിപ്പെടുത്തി, നിൻ്റെ ഭർത്താവിന് ഇത് കൈമാറും, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് ആ പുള്ളിക്കാരി ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇയാളുടെ കൂടെ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഇവൾക്ക് അവിടെ തെറ്റ് സംഭവിച്ചു. ഇവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമില്ലെങ്കിൽ നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവൾക്ക് ആങ്ങളമാരൊക്കെ ഉണ്ട്, ആങ്ങളമാരുടെ അടുത്ത് അറിയിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്ന സ്വാഭാവികമായിട്ട് പേടിയായിരിക്കും, നീ എന്തിനാണ് നമ്പർ കൊടുത്ത് ഇതാണ് പറയുക. അപ്പോൾ ആങ്ങളമാരെന്താണെങ്കിലും മനസ്സിലാക്കുമല്ലോ എന്നിങ്ങനെ ഒരാളെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്ന് അവരോട് അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തോ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയ്ക്ക് സംഗതി വഷളാവില്ലായിരുന്നു. ഇവള് എടുത്ത് ചാടി, അതും പോയത് നല്ലൊരുത്തൻ്റെ കൂടെയാണ് പോയത്. പിന്നെ ഞാൻ അങ്ങനെ വായിക്കാട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞു, നിരന്തരം ഇവളെ കോൾ ചെയ്യാൻ തുടങ്ങി. ഷഹല പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ കുട്ടി നല്ല കുട്ടിയായിരുന്നു, ഷഹല നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് 20-ന് വരും, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിന്നെ എനിക്ക് ഒരു പ്രാവശ്യം, റാഫി അപ്പോൾ പറഞ്ഞു, നിന്നെ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണണം, ഒരു പ്രാവശ്യമെങ്കിലും നീ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇവൾ ഒരു പ്രാവശ്യം ഇയാളുടെ കൂടെ പോവുകയാണ്. അങ്ങനെ 16 മോനെയും കൂട്ടി അവൾ പോയതാണ്. പിന്നെ അവളെ കൊണ്ടുപോയത് വയനാട്ടിൽ ആണ്. അവിടെ റൂം എടുത്തു. പക്ഷേ അവൾ തയ്യാറായിരുന്നില്ല. പക്ഷേ അവളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവളുടെ മുമ്പിൽ അയാൾ ഇല്ലാണ്ടാക്കി. അവളുടെ ഈ കുട്ടിനെയും കൊണ്ടാണ് ഇവൾ പോയിരിക്കുന്നത്. കുട്ടിനെയും കൊണ്ട് പോയി വയനാട്ടിൽ കൊണ്ടുപോയി അവളെ എന്താണെങ്കിലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. അവിടെ വെച്ചിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തി, ഇവളെ ഇത് ചെയ്തിരിക്കുകയാണ്, പീഡിപ്പിച്ചു. പിന്നെ സ്വർണം തരണമെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിച്ചു. സ്വർണവും കൊടുത്തില്ല. ഇവളുടെ കയ്യിൽ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ ഇവൾക്ക് സ്വർണ്ണമുണ്ട്, പക്ഷെ അവൾ സ്വർണ്ണമൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വർണം കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ സ്വർണ്ണമൊന്നും കൊടുത്തില്ല. പിന്നെ കുറേ ദിവസമല്ലോ ഇവളെ കൊണ്ടുപോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ ഉറങ്ങുന്ന സമയത്ത് ഷഹല ആങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഇവരെ പിടിക്കുന്നത്. അവൾ പാവം കുട്ടി, അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അയാളെ മേരിട് കഴിഞ്ഞിട്ട് പോലും, അയാളുടെ കല്യാണം കഴിഞ്ഞെന്ന് പോലും ഈ പൊട്ടിയായ ഷഹലയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചു പോയിരിക്കുന്നത്. ഇയാൾ സാധാരണ ഒരു ആളാണ്, ചിലപ്പോൾ ഫോൺ വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അറിയാതെ അയാളുടെ ഇതായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചതും ഹസ്ബൻഡ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പേടിയായതും. ഈ കാര്യങ്ങളും തെളിവുകളൊക്കെ ഹസ്ബൻഡിന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് പേടിയായി. അപ്പോൾ അങ്ങനെയാണ് ഈ പുള്ളിക്കാരി ഇവൻ വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒന്നും സംഭവിക്കാതെ പോവില്ല. അപ്പം എന്തൊക്കെയോ ഇവളും സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ഇവൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഫോണിലൂടെ പല രീതിക്കും മെസ്സേജ് അയക്കും, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ വിളിച്ച സമയത്ത്
ഇവള് ഇറങ്ങിപ്പോകുന്നതും കൊണ്ടുപോയത് നേരെ വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ പോയി എല്ലാം സംഭവിച്ചു. പിന്നെ സ്വർണം ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സഹി കെട്ടിട്ടാണ് ഇവളുടെ ആങ്ങളെ വിളിക്കുന്നതും. ആങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇവർ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ വാളയാർ വെച്ചിട്ട് ഇവരെ പിടികൂടുന്നതും. അപ്പോൾ പോലീസല്ല ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് കോഴിക്കോട് വരാൻ പറ്റില്ല. അവനിപ്പോൾ ഒളിവിലാണ്. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. ആങ്ങളമാർ കൈകാര്യം ചെയ്തു, പിന്നെ പോലീസിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസിൽ ഏൽപ്പിച്ചോ എന്നറിയില്ല. ഈ റാഫി എന്ന് പറയുന്ന വ്യക്തി പക്ക ക്രിമിനലാണ്. ഇയാൾ ജീവിച്ചിരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരാളുടെ നമ്പർ തന്നു, അയാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു കുടുംബമുണ്ട്, നമ്മളും ഒരു കുടുംബത്തിൽ നമ്മുടെ മക്കളുമായിട്ട് ജീവിച്ചു പോവുകയാണ് എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാൻ. എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നതിന് നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുക്കും. പിന്നെ സംസാരമായി വിഷയമായി പിന്നെ പല രീതിക്കുള്ള സംസാരങ്ങളാവും. അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നമായിരിക്കും. പിന്നെന്താ പറയുക, ഇതിപ്പോൾ വലിയൊരു വിഷയത്തിൽ ചെന്ന് എത്തിച്ചു. ഇപ്പോൾ എന്താണെങ്കിലും റാഫി എന്ന് പറയുന്ന ആളുടെ വൈഫ് പോവാനിരിക്കുക തന്നെയായിരുന്നു ഇയാളുടെ ദ്രോഹം കാരണം. അപ്പം പിന്നെയും ഇത്രയും ഇതറിഞ്ഞിട്ട് പിന്നെയും മൂന്നാമതൊരു കുഞ്ഞുമായി. ആ ഒരു കുഞ്ഞിന് 6 മാസമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒരാളല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലും വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതും ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോവാൻ എത്രത്തോളം വണ്ടിയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഒരു പക്ക ക്രിമിനലിന് കൂടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടുപോയി. ഇവളങ്ങനെയൊക്കെ സംസാരിച്ച് പെട്ടുപോയി. ഇവളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ആ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. മൊബൈൽ ഷോപ്പിൽ പോയി ഫോൺ നമ്പർ വാങ്ങിച്ചു, സംസാരിച്ചു, അത് വെച്ച് ഭീഷണിപ്പെടുത്തി ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ പുള്ളിക്കാരി പേടിച്ച് പോയിട്ടുണ്ടാവും. ആ ഒരു ഇതിലാണ് ഇവൻ വിളിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയത്. എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ വലിയൊരു പ്രശ്നമായി. സോഷ്യൽ മീഡിയ മൊത്തം എടുത്തിട്ട് ഇപ്പം എന്താണ് ഷഹല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ആ മോൻ ഇവളുടെ ഹസ്ബൻഡിന് കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിന് കൊടുത്തിട്ടില്ല, കൈമാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് അത് ഫേക്ക് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഫേക്കൊന്നുമല്ല, കൊടുത്തത് ശരി തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, പലരും പലതുമാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട്, വിശാൽ മീഡിയ ആ ഒരു ചാനൽ പറയുന്നുണ്ടായിരുന്നു കുട്ടിനെ കൈമാറിയിട്ടില്ല, കുട്ടി ഉമ്മയുടെ ഒപ്പമാണ്, ഷഹലയുടെ ഉമ്മയുടെ ഒപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഷഹലാൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഈ കുഞ്ഞിന് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് ഇത്രത്തോളം വഷളായത് ഇയാളെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരി പേടിച്ചു, ഇയാളുടെ കൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയി. അതാണ് ഇത്ര വലിയ ഇഷ്യൂസ് ആയത്. ഷഹല വേറെ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഷഹലയുടെ ഹസ്ബൻഡ് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ഇവൾക്ക് 3000 രൂപയുടെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവളുടെ കൂട്ടുകാരി എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഷഹല വന്നിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയുള്ളൂ. ഇപ്പം ഷഹലയുടെ നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വോയിസ് അയക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളൊരു അന്യപുരുഷൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് നല്ല കാര്യമല്ല. അതുപോലെ നമ്മൾ ആൺസുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം. നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന രീതിക്ക് ആക്കുന്ന ആൺസുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് കണ്ടു, ഇനി ആ കുഞ്ഞിനെ ഓർത്തിട്ട് അവളെ സ്വീകരിച്ചൂടെ, കുഞ്ഞിനെ മാത്രം പോരാ ഉമ്മാനെയും സ്വീകരിച്ചൂടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ പേരുണ്ട് വേറെ ഒരുത്തിൻ്റെ കൂടെ പോയിട്ട് പിന്നെ മക്കളെ ഓർത്ത് സ്വീകരിക്കുന്നവർ, പിന്നെ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിക്ക് ജീവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എനിക്ക് അവൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ, ഷഹലയുടെ ഹസ്ബൻഡിൻ്റെ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ പെട്ടെന്ന് വീഡിയോ ചെയ്യുമ്പോൾ അത് ഓർമ്മ വരുന്നു.
അപ്പോൾ തിരിച്ച് എന്താണ് എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ട് അതിലെനിക്ക് പറയാനുള്ളത്, അത്രയ്ക്ക് മാത്രം നല്ല മനസ്സുള്ളവർ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്താണ് ഇനി ഒരു തവണ നിനക്ക് ഞാൻ പുറത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കും. പക്ഷേ അതിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതം, പിന്നീട് നീ വേറെ ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ, നിന്നെ ഇനി എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ഒരു ഇത് എപ്പോഴും ആ ഒരു അവരുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയില്ല. 10 വർഷം കൂടെ ജീവിച്ച ഒരു പെണ്ണാണ് 10 വർഷത്തിന് ശേഷമാണ് വേറെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഒന്നിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടതുപോലെ തന്നെ എനിക്കും അതുതന്നെയാണ്. പക്ഷെ അവനെ കാണുമ്പോൾ നല്ലൊരുത്തൻ, ഇപ്പോൾ പോയൊരുത്തനെ കാണുമ്പോൾ തന്നെ ഇവളുടെ വാപ്പയാണ് പറയും, അത്രയും പ്രായമുണ്ട് അയാൾക്ക്. പ്രായത്തിലും തന്നെ അയാൾ നല്ലൊരു ആളുമല്ല, കള്ളും കഞ്ചാവും അടിച്ചിട്ട് പല രീതിക്കും ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണ്. ആ ഒരു ഭീഷണിയിൽ പെട്ട് ഈ പെണ്ണ് ഒന്നും നോക്കാതെ ഇറങ്ങിപ്പോയല്ലോ എന്നുള്ളതാണ് ഭയങ്കര ഒരു ഇത്. പക്ഷേ സ്വർണ്ണമൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വർണ്ണമൊക്കെ വീട്ടിൽ തന്നെയാണ്, 13 പവൻ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 13 പവനൊന്നും കൊണ്ടുപോയിട്ടില്ല, സ്വർണ്ണമൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഷഹല ഇനി വന്നിട്ട് പറയട്ടെ സത്യസന്ധമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഷഹല എന്തായാലും അവൻ്റെ അടുത്തില്ല, അവൻ്റെ അടുത്തുനിന്ന് വീട്ടിലോട്ട് പോയി. അവൻ്റെ കെണിയിൽ പെട്ടതാണ്, ട്രാപ്പിൽ പെട്ടതാണ് ഷഹല. അപ്പോൾ എന്തായാലും ഷഹലാനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പും കുറച്ച് നമ്മൾ അവളുടെ സപ്പോർട്ട് ചെയ്ത് കുറ്റപ്പെടുത്തി അവളെ ഈ ഭൂമിയിൽ ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ ആ ഭീഷണിക്ക് വഴങ്ങി അവൾ പെട്ടുപോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്, എപ്പോഴാണ് മനസ്സ് ചേഞ്ച് ആവുക എന്നറിയില്ല. ഒരു നിമിഷത്തെ ആ ഒരു ഇത് മതി ഇതൊക്കെ കണ്ട് പുള്ളിക്കാരി ജീവിതം അവസാനിപ്പിക്കാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഒന്നും പറയാതിരിക്കുക. എന്തായാലും ഷഹല ഒന്ന് ഓക്കെ ആയിട്ട് പുള്ളിക്കാരി വന്ന് കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇയാളുടെ ഭീഷണിയിൽ പെട്ടതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു മെസ്സേജ് തന്ന ആ ഒരു പെൺകുട്ടിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയുകയാണ്. പുള്ളിക്കാരി കോഴിക്കോടുള്ള ഒരാളാണ്, കോഴിക്കോടുള്ള ഒരു നേഴ്സാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നത്. പുള്ളിക്കാരിക്ക് വോയിസ് അയക്കാനുള്ള ഒരു ഇതില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, ഓരോരുത്തർ വീഡിയോ ചെയ്തതുപോലെ ഇതിൽ ഒരു സത്യമില്ല, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഒരുപാട് കമൻറ്റ്സ് കണ്ടു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, എൻ്റെ പണി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഉള്ള പണി നിങ്ങൾ കൊണ്ടു തരണ്ട. എൻ്റെ പണികളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോകളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാൻ, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ അറിയിക്കാം, വേണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങൾക്ക് ബാഡായിട്ടുള്ള കമൻറ്റ് അയക്കണമെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ളൊരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.